السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين أما بعد. സഹോദരങ്ങളെ, ഈ 2026 വർഷത്തെ റമദാനിലെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ പുതിയ ഒരു സൂറയിലാണ്, സൂറത്തുർ റഅദ്. വിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായമാണ് റഅദ്. ഇടിനാദം, ഇടിയുടെ ശബ്ദം, അതാണ് റഅദ് എന്ന് പറയുന്നത്. 43 വചനങ്ങളാണ് ഈ സൂറയിലുള്ളത്. 3450 അക്ഷരങ്ങൾ, ഹംസ കൂടാതെ 3450 അക്ഷരങ്ങളാണ് ഈ സൂറയിലുള്ളത്. 853 വാക്കുകളാണ്. 853 വാക്കുകൾ. ഇതിൽ 108 വാക്കുകൾ 445 തവണയായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 853 നിന്ന് 108 വാക്കുകൾ, അത് 445 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ആവർത്തിക്കാത്ത വാക്കുകൾ 408 വാക്കുകളേ ഉള്ളൂ. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഈ സൂറ നമ്മളിതിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥമൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആകെ 400 വാക്കുകളുടെ 408 വാക്കുകളുടെ അർത്ഥം പഠിച്ചാൽ മതി എന്ന് സൂചിപ്പിക്കാനാണ്. 13-ാമത്തെ അധ്യായമാണ്. അതുപോലെ 13-ാമത്തെ ജുസ് ആണ്, അതും ഒരു പ്രത്യേകതയാണ്. 24-25 ഹിസ്ബുകളിലാണ് ഇത് ഉള്ളത്. 24-25 ഹിസ്ബുകളിലാണ് ഈ സൂറ ഉള്ളത്. ഇത് സത്യത്തിൽ ഇത് ഖുർആനിലെ അത്ഭുതങ്ങളിൽ ഒന്ന് എന്നാണ് ഈ സൂറ വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അത്ഭുതം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ താളമാണ്. ഒരേ അന്തരീക്ഷത്തിൽ ഒഴുകുന്ന കുറേ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഈ സൂറയുടെ അകത്തുള്ളത്. ഇതിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, കുറേ ചിത്രങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഗതി, ഇതിലെ വാക്കുകളും ഘടനകളും വാചകങ്ങളും ആയത്തുകളും ഒക്കെ എനിക്ക് തോന്നിയത് ഒരു ചുറ്റിക, ആ ചുറ്റിക കൊണ്ട് ശക്തമായി ഹൃദയത്തിന് അടിക്കുന്നതാണ് അനുഭവപ്പെട്ടത്. അഥവാ ഈ 43 വചനങ്ങളും മനുഷ്യഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവാളങ്ങളിലൂടെ അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്നതാണ്. ഭയങ്കര അത്ഭുതമാണ്. നോക്കൂ, ഇതിൽ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങളിൽ പരാമർശിക്കാത്ത ഒന്നും ഈ സൂറയിലില്ല. തൂണുകളില്ലാതെ ഉയർത്തിയ ആകാശം, സൂര്യചന്ദ്രൻ, പകലിനെ വലയം ചെയ്യുന്ന രാത്രി, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളുള്ള പരന്നു കിടക്കുന്ന ഭൂമി, ഒഴുകുന്ന നദികൾ, കൃഷികൾ, വിളകൾ, വിവിധ ആകൃതിയിലുള്ള ഈന്തപ്പനകൾ, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മിന്നൽ പിണറുകൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടിമുഴക്കം, ഭയപ്പെടുകയും വിനയാന്വിതരാകുകയും ചെയ്യുന്ന മലക്കുകൾ. ഇങ്ങനെ എന്തൊക്കെ അത്ഭുതം! അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ബാധിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഇടിമിന്നലുകൾ, കനത്ത മേഘങ്ങൾ, താഴ്വരകളെ നിറക്കുന്ന മഴ. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു മനോഹരമായ അനുഭവമാണ്. ഒരു നല്ല മഴയത്ത് നമ്മൾ ജീവിച്ച അനുഭവം കിട്ടും. സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്ത സംഗതിയാണ്. എന്നിട്ട് ഈ അനുഭവം സത്യത്തിൽ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഈ അനുഭവം നമ്മുടെ ഹൃദയത്തെ ചുറ്റിമുറുക്കും, ഹൃദയത്തിലേക്ക് തുളച്ചു കയറും. അങ്ങനെ തുളച്ചു കയറുന്ന അള്ളാഹുവിൽ നിന്നുള്ള ദൈവീകമായ ഒരുപാട് വിജ്ഞാനങ്ങളാണ് ഇതിനകത്തുള്ളത്. എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിച്ച് ആ ജീവജാലങ്ങളുടെയും പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഒക്കെ വികാരങ്ങളും വിചാരങ്ങളും രേഖപ്പെടുത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കും തീർച്ചയായും അത് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നോക്കൂ, ഈ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 2-3 അധ്യായങ്ങളെക്കുറിച്ചൊരു പരാമർശം വേണ്ടതുണ്ട്. യൂനുസ്, ഹൂദ്, യൂസുഫ് അധ്യായങ്ങൾ, അവ തമ്മിൽ ഈ റഅദ്, സൂറത്തുർ റഅദുമായി ഭയങ്കര ബന്ധമുണ്ട്.
ഭയങ്കര അത്ഭുതകരമായ ബന്ധമാണ്. സൂറത്ത് യൂനുസ് നമുക്കറിയാം, അതിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മനുഷ്യൻ്റെ ഒരു ദുഅഫിനെ കുറിച്ചാണ്. മനുഷ്യൻ എന്തുമാത്രം, വിശ്വാസികൾ എന്തുമാത്രം പ്രയാസപ്പെട്ടു എന്നാണ്. എന്തുമാത്രം എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ ഒരിടം കിട്ടാത്ത വിധം അള്ളാഹു അതിൽ പറയുന്നുണ്ട്, വഖീമുസ്സലാ വജഅലു ബുയൂതക്കും ഖിബല എന്ന് പറയുന്നു. വീടുകളിൽ നമസ്കാര സ്ഥലമാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നോക്കൂ, മാ ആമന ലിമൂസ ഇല്ലാ ദുർരിയതൻ മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹി അൻ യഫ്തിനഹും പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിൽ അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചുള്ളൂ, പേടിച്ചിട്ട്, ഈ ഫറോവയെയും. അങ്ങനെയുള്ള ഒരു ഘട്ടം മനസ്സിലായി, എല്ലാവരും പേടിച്ചു. എന്നിട്ടും അള്ളാഹു ആ സൂറയിൽ നമ്മെ പഠിപ്പിച്ചത് വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ്. ആർക്കും അറിയില്ല എന്താ സംഭവിക്കാൻ. അള്ളാഹ് പറയുന്നത് സബ്ർ കാണിക്ക്. അള്ളാഹുവിൻ്റെ ഹുക്മ് വരും, അള്ളാഹുവിൻ്റെ ഒരു വിധി വരും, വിധി വരുന്നത് വരെ സബ്ർ കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അത് നോക്കൂ. ഇനി അത് കഴിഞ്ഞ് യൂനുസ് കഴിഞ്ഞ് ഹൂദിലേക്ക് വന്നാലോ, സത്യത്തിൽ ഈ ഹൂദും ഏകദേശം അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയൊന്നുമില്ലാത്ത അന്തരീക്ഷമാണ് ഹൂദിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ നീ പ്രതീക്ഷിച്ച് നിൽക്ക്. നോക്കൂ, നിങ്ങൾക്കറിയോ, കൽപ്പന, അമ്ര എന്ന വാക്ക് ഏറ്റവും കൂടുതൽ വന്നത് സൂറത്ത് ഹൂദിലാണ്. ഭയങ്കരമാണ്. അതിൻ്റെ അവസാനം, സൂറത്ത് ഹൂദിൻ്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, 123-ാമത്തെ ആയത്ത്, അതിൽ പറയുന്നുണ്ട്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വല്ലാത്തൊരു ആയത്താണത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുള്ള എല്ലാ ദൃശ്യങ്ങളും അള്ളാഹുവിൻ്റെതാണ്. വഇലൈഹി യുർജഉൽ അംറു കുല്ലു, എല്ലാ കാര്യങ്ങളും അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫഅബ്ദുഹു, മതി, നീ ഇബാദത്ത് ചെയ്തോ. വതവക്കൽ അലൈഹി, തവക്കുലാക്കിക്കോ അള്ളാഹുവിൽ. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഒട്ടും അശ്രദ്ധനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അഭയ കേന്ദ്രം തെരഞ്ഞു നടന്നു, കിട്ടിയില്ല. സഹായിക്കാനുള്ള ആളെ തെരഞ്ഞു നടന്നു, കിട്ടിയില്ല. ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നു, സാധിക്കുന്നില്ല. എല്ലാ വാതിലുകളും തിരുമേനിയുടെ മുമ്പിൽ അടക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ടും എന്താ പറഞ്ഞത് അല്ലാഹു തആല? വല്ലാത്ത അത്ഭുതമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ അള്ളാഹ് പറയാണ്, നോക്ക് മുഹമ്മദ് നബി, താങ്കൾക്ക് എന്താണോ വഹി നൽകപ്പെട്ടത് അത് താങ്കൾ ഉപേക്ഷിക്കരുത് കേട്ടോ. താങ്കൾക്കൊരു സംശയം ഉണ്ടാകേണ്ടിയില്ല, അള്ളാഹു താങ്കളെ സഹായിക്കും. താങ്കൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. 112 മുതൽ 115 വരെയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഭയങ്കര ഹൃദ്യമാണ്. അള്ളാഹു റസൂലിനോട് ഇന്നെന്താണോ മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നേരിടുന്നത്, അതേ അന്തരീക്ഷം നമ്മളോടുമുള്ള കൽപ്പന അതാണ്. ഫസ്തഖിം കമാ ഉമിർത് വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുക. ഇസ്തിഖാമത്താണ് വേണ്ടത്. കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ ജീവിക്കുക. അക്രമം അരുത്, പാടില്ല, അതിരുവിടേണ്ടതില്ല. വലാ തർക്കനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ. അല്ലാത്ത വാക്ക. ആക്രമിക്കുന്ന ജനങ്ങളുടെ കൂടെ നിങ്ങൾ കൂടേണ്ടതില്ല, അവരിലേക്ക് ചായേണ്ടതില്ല, വേണ്ട. അള്ളാഹു നിങ്ങളെ സഹായിക്കും. വഅഖിമിസ് സ്വലാത്ത തറഫയിൻ നഹാർ, നിങ്ങൾ സ്വലാത്ത് നിർവഹിച്ചോ. എന്നിട്ട് അവസാനത്തെ കൽപ്പന, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, സബ്ർ കാണിച്ചോ, മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അങ്ങനെ പോവുകയാണ്. ഭയങ്കര രസമാണ് യഥാർത്ഥത്തിൽ ഹൂദ്. നോക്കൂ, അതിനുശേഷം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പാകപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് നമ്മൾ യൂസുഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. യൂസുഫ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സാന്ത്വനപ്പെടുത്തുകയാണ്. നബി തിരുമേനിക്ക് സമാധാനം നൽകുകയാണ്. എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്ന് പഠിപ്പിക്കുകയാണ്, അല്ലേ? നോക്കുക, ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ. എന്ത് രസാണ് ആ വാക്ക്. നമുക്ക് സഹിക്കാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട വികാരം. സൂറത്ത് യൂസുഫ് വായിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സൂറത്തു സൽവ ഹുസൻ, ദുഃഖമുള്ളവന് സമാധാനം നൽകുന്ന സൂറയാണ്. നോക്കൂ, ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ. അല്ലാഹു ലത്തീഫ, എൻ്റെ റബ്ബ് ലത്തീഫാണ്.
ലത്തീഫാണ്. അള്ളാഹുവിൻ്റെ സൈന്യം അതിശക്തമാണ്. അള്ളാഹുവിൻ്റെ സൈന്യം ഇടപെടും, നമ്മളെ രക്ഷിക്കും. ഇതിന് ശേഷമാണ് ഈ സൂറത്തുർ റഅദ് അവതരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, സൂറത്ത് യൂനിസിലും ഹൂദിലും സബ്റിന് വേണ്ടി കൽപ്പിച്ച റബ്ബ് സൂറത്ത് യൂസുഫിലൂടെ റബ്ബിൻ്റെ സൗമ്യത എപ്രകാരമാണ് ഇറങ്ങി വരിക എന്ന് കാണിച്ചു തന്ന റബ്ബ് സൂറത്തുർ റഅദിൽ റബ്ബിൻ്റെ ശക്തി പുറത്തെടുക്കുകയാണ്, റബ്ബിൻ്റെ ജ്ഞാനം പുറത്തെടുക്കുകയാണ്. അതാണ് സൂറത്തുർ റഅദ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു അനുഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് യൂനുസും ഹൂദും യൂസുഫും ഒക്കെ അവതരിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. മുശ്രിക്കീങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ തന്നെയാണ് സൂറത്തുർ റഅദും അവതരിക്കുന്നത്. സൂറത്തുർ റഅദും മക്കിയാണ്. അതിലെ 2-3 വചനങ്ങളല്ലാത്തതൊക്കെ മക്കിയാണ്. 12-13 വചനങ്ങൾ അത് ഇടിനാദവും മേഘവുമൊക്കെ ആയി ബന്ധപ്പെട്ട വചനങ്ങൾ. അതുപോലെ 43-ാമത്തെ വചനം, അവസാനത്തെ വചനം, അത് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന യഹൂദിയുടെ വിഷയത്തിൽ അവതരിപ്പിച്ചതാണ്. ഇത് 3-അല്ലാത്ത എല്ലാ വചനങ്ങളും മക്കിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. നോക്കൂ, ഇതിലെ പ്രധാന പ്രമേയ വിഷയം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സത്യം അത് ശക്തമായിരിക്കും. പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ മനുഷ്യനത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സത്യം ശക്തമായിരിക്കും. ബാത്തിലാകട്ടെ, അസത്യമാകട്ടെ, അത് ദുർബലമായിരിക്കും, പരാജയപ്പെടും. പ്രത്യക്ഷത്തിൽ അതിന് എത്ര ശക്തിയുണ്ട് എന്ന് തോന്നിയാൽ പോലും. ഇതാണ് സ്ഥാപിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഉള്ള സത്യം എന്ന് പറയുന്നത് തൗഹീദാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ റഅദ് എന്ന പേര്. സത്യത്തിൽ റഅദ് എന്ന് പറയുന്നത്, ഇടിനാദം എന്ന് പറയുന്നത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ്. അതിൽ പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്, അതോടൊപ്പം ഭയപ്പെടുത്തലുമുണ്ട്. അഥവാ അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ അദാബുമുണ്ട് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നോക്കൂ, അത് സത്യത്തിൽ അതിലൊരു ആ ഒരു ശബ്ദത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഇതിൻ്റെ 13-ാമത്തെ വചനത്തിൽ, വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി വയുർസിലു സ്സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹ് വഹുവ ശദീദുൽ മിഹാൽ. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി. സുബ്ഹാനല്ലാഹ്, എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? റഅദ് എന്ന് പറയുന്നത്, ഇടിനാഥം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ശബ്ദങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ദീർഘമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഇടിവെട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദ് ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. സുബ്ഹാനല്ലാഹ്, നബി പച്ചയായിട്ട് പറഞ്ഞു തരികയാണ്. റഅദ് എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ, ഇടിനാദമെന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള സ്തുതിയാണ് സഹോദരന്മാരെ. സ്തുതി, ആ ശബ്ദത്തിൽ അള്ളാഹുവിനുള്ള തസ്ബീഹും അള്ളാഹുവിനുള്ള ഹംദുമുണ്ട്. ആ ശബ്ദത്തിൽ അതുണ്ട്, ആ പ്രതിഭാസം അത് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം മലക്കുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യത്തിൽ ഇതിൻ്റെ പേര് തന്നെ നമുക്ക് ശക്തി പകരും. റഅദ് എന്നുള്ള പേര് തന്നെ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ശക്തി പകരും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള മുഴുവൻ ആയത്തുകളും അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും 2 കാര്യത്തിന്, അള്ളാഹുവിൻ്റെ പരന്ന വിജ്ഞാനത്തെ, സൂക്ഷ്മമായ വിജ്ഞാനത്തെ അടയാളപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ശക്തിയെ അടയാളപ്പെടുത്താനും വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹക്കാണ്, അത് ശക്തിയുള്ളതാണ്. ബാത്തിലായിരിക്കും, അത് എത്ര ശക്തി ഉണ്ടായിരുന്നാലും ശരി എന്ന് മനസ്സിലായി. പക്ഷെ പലപ്പോഴും സഹോദരങ്ങളെ, ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു സത്യമാണ്. ആളുകളെ വ്യാജമായ വശീകരണത്തിലേക്കാണ് സമൂഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമത്, അശ്ലീലം വ്യാപകമാകുന്നു, പാപങ്ങൾ വ്യാപകമാകുന്നു, അഴിമതി വ്യാപകമാകുന്നു, സത്യസന്ധതയില്ലായ്മ വ്യാപാരികളും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ വ്യാപകമാകുന്നു. മുസ്ലിം സമൂഹം പരക്കെ ആക്രമിക്കപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ മുസ്ലിം സമൂഹം വഞ്ചിക്കപ്പെടാം. പേടിച്ചിട്ടേ വേണ്ടതില്ല. കാരണം നമ്മൾ ഹക്കിൻ്റെ ഭാഗത്താ.
അതാണ് ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ. അതുകൊണ്ട് സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുത്, ഭയപ്പെടരുത്. ആര് ഭയപ്പെടുത്തിയാലും ഭയപ്പെടരുത്. കാരണം നമ്മുടെ കൈവശമുള്ള സത്യത്തെ ചെറുതാക്കുകയോ ആ സത്യത്തിനെതിരെ വരുന്ന അസത്യത്തെ പിന്തുടരുകയോ ചെയ്യാൻ പാടില്ല നാം. കാരണം ആ ഇസ്ലാമിനെതിരെയുള്ള അസത്യം അത് ദുർബലമാണ്, അടിസ്ഥാനമില്ലാത്തതാണ്, നശിച്ചു പോകാൻ വിധിക്കപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ മഹാഭൂരിപക്ഷവും ഈ സൂറത്തൊക്കെ വായിച്ചാൽ പോലും ഇതിനെക്കുറിച്ച് അശ്രദ്ധമാണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അള്ളാഹു നമുക്ക് സത്യത്തിൽ ഈ സൂറത്തിലൂടെ ഒരു പുതിയ ഉണർവ് നമുക്ക് നൽകും. അള്ളാഹു ഉണർവ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, ഈ സൂറത്ത് ഇത് അവതരിക്കുന്ന രംഗം നമ്മൾ മനസ്സിലാക്കിയല്ലോ. കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ പറഞ്ഞ അതേ രംഗമാണ്. യൂനുസ് മുതൽ ഇതുവരെ പറഞ്ഞ അതേ രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് അവതരിക്കുന്നത്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഈ സൂറ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ സൂറത്തിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മൾ 4 ഭാഗമായി ഈ സൂറത്തിനെ തിരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതിൽ ഒന്നാമത്തെ വചനം തന്നെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വചനം വളരെ മനോഹരമായ ഒരു വചനമാണ്. അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ് വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. ഖുർആനിൻ്റെ വേദഗ്രന്ഥത്തിലെ വചനങ്ങളത്രേ ഇത്. നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാകുന്നു, പക്ഷേ ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വേദത്തെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനിയുള്ളതൊക്കെ അതിനെ സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇത് സത്യമാണ്, ഖുർആൻ സത്യമാണ് എന്നതിനുള്ള ഒരുപാട് പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള തെളിവുകളാണ് കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്. അതിൽ ഒന്നാമത്തേത് 2ാമത്തെ വചനം മുതൽ 15ാമത്തെ വചനം വരെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആയത്തുകളെ നമുക്ക് ശരിക്കിങ്ങനെ കാണിച്ചു തരണം. അതിൽ ഭയങ്കര അത്ഭുതകരമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, 2ാമത്തെ വചനം മുതൽ 5ാമത്തെ വചനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെക്കുറിച്ച് പറയുകയാണ്. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ എന്ന് പറഞ്ഞ് അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. അതുപോലെ അതുപോലെയുള്ള സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, അതിൻ്റെ ചലനത്തെക്കുറിച്ച്, അതിനെ അള്ളാഹു സംവിധാനിച്ച രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ലഅല്ലകും ബിലിഖാഇ റബ്ബികും തൂഖിനൂൻ. എന്തിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും, അതിൽ നിങ്ങൾക്ക് ദൃഢബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഇത് വിവരിച്ചു തരുന്നത്. അപ്പോൾ അടിസ്ഥാനം അവിടെയാണ്. മനസ്സിലായില്ലേ? അടിസ്ഥാനം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതാണ് ഒന്നാമത്തെ കാര്യവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ, അള്ളാഹുവിൻ്റെ തൗഹീദിനെ, അതിനെ ശരിക്കും കൊണ്ട് പറഞ്ഞു തരണം. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അതാണ് 2ാമത്തെ വചനം മുതൽ 5ാമത്തെ വചനം വരെയുള്ളത്. 3ാമത്തെ വചനത്തിൽ ഭൂമിയെക്കുറിച്ചാണ്. അപ്പോൾ 2ാമത്തെ വചനത്തിൽ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു, 3ാമത്തെ വചനത്തിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. 4ാമത്തെ വചനം അതിമനോഹരമായൊരു വചനമാണ്. എന്തൊരു രസമാണ് അറിയോ? അത് ശരിക്കും നമ്മളെ മുമ്പിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പിക്ചറാണ്. വഫിൽ അർദി ഖിത്അഉൻ മുതജാവിറാത്ത് വജന്നാത്തും മിൻ അഅനാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദ് വയുഫദ്ദിലു ബഅദഹ അലാ ബഅദിൻ ഫിൽ ഉകുൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ. ഭൂമിയെക്കുറിച്ച് പറയാം. ഭൂമിയിൽ തൊട്ട് കിടക്കുന്ന പ്രദേശം നിങ്ങൾ ആലോചിച്ചു. ഇവിടെ നമ്മൾക്ക് ആകെ 5 സെൻറ്റ് ഭൂമിയുള്ളൂ നിൽക്കാം. ആ 5 സെൻറ്റ് ഭൂമിയിൽ എത്ര തരം പഴം നമ്മൾ കൃഷി ചെയ്യും? എത്ര തരം കായ്കനികൾ കൃഷി ചെയ്യും? ഇവിടെ അള്ളാഹു മുന്തിരിത്തോട്ടങ്ങളുടെ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ അനാബ് നഖീലിനെ കുറിച്ച് പറയുന്നുണ്ട്. പലതരം നഖീലുകൾ, പലതരം ഈത്തപ്പനകൾ, ശാഖകളായി മുരടുകളിൽ നിന്ന് പൊട്ടി വരുന്ന പലതരം ഈത്തപ്പനകളെ കുറിച്ച്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താ? വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ ഒക്കെ എന്താണ്? യുസ്ഖാ ബിമാഇൻ വാഹിദ്. ഒരേ മണ്ണിൽ ഒരേ വെള്ളമാണ് അവയ്ക്ക് ജലസേചനമായി നൽകുന്നത്.
പക്ഷേ വനുഫദ്ദിലു ബഅ്ളഹാ അലാ ബഅ്ദിൻ ഫിൽ ഉകുൽ, അതിൽ നിന്ന് കിട്ടുന്ന ഫലോ ഭയങ്കര വ്യത്യസ്തം. ഓരോന്നിനും ഓരോ പ്രോട്ടീൻസും ഓരോ വൈറ്റമിൻസ് അല്ലേ, ഓരോന്നിന് ഓരോ ഗുണങ്ങളല്ലേ, ഓരോന്നിന് ഓരോ ടേസ്റ്റ് അല്ലേ, ഒക്കെ വ്യത്യസ്തം. എങ്ങനെ? അള്ളാന്റെ ചോദ്യം അതാണ്, എങ്ങനെ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. സുബ്ഹാനല്ലാഹ്, എന്ത് ശക്തിയുള്ളതാണ് അറിയോ ഇതിൽ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവിടെയാണ് അള്ളാഹു എന്നിട്ടൊരു കാര്യം അള്ളാഹു പറയുന്നുണ്ട്. അതെന്താ അറിയോ? അത് ഈ മുശ്രിക്കീങ്ങളുടെ ഏറ്റവും കടുപ്പമുള്ള ളലാലത്താണ്. അതാണ് 5-ാമത്തെ വചനം. വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും. നബിയെ, നിങ്ങൾക്ക് വല്ല അത്ഭുതമുണ്ടോ? എങ്കിൽ അത്ഭുതപ്പെടേണ്ട ഒരു വാക്കുണ്ട്. അതെന്താ അറിയോ? ഈ കൂട്ടരുടെ വാക്ക, ഈ കുഫാറുകളുടെ വാക്ക, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുടെ വാക്ക. അവർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഈ രീതിയിൽ സംവിധാനിച്ച ആകാശത്തെയും ഭൂമിയെയും ഇവിടുത്തെ കൃഷി, വിവിധ ഇനം കൃഷികളെയൊക്കെ സംവിധാനിച്ച അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമോ? എന്താ ഈ പറയണത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇതാണ് നബിയെ ഭയങ്കര കൗതുകമുള്ള വാക്ക്. ഇവരെന്താ വിശ്വസിക്കാത്തത്? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അല്ലാഹു പറയാ, ഇവർ കാഫിറുകളാ, അവര് സത്യത്തെ നിഷേധിക്കുന്നവരാ, സത്യത്തെ നിഷേധിക്കുന്നവർ. അതാണ് അവർക്ക് അതിന് സാധിക്കാത്തത് എന്ന് പറയും. എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെ വിശദീകരിച്ചു തരികയാണ്. അതൊരു വല്ലാത്ത സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശക്തി അതാണ്. 8-ാമത്തെ വചനം മുതൽ അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. വല്ലാത്ത അള്ളാഹിൻ്റെ ആ അറിവ് നോക്കൂ. എന്താ പറഞ്ഞത്? ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നത് എന്ത് എന്ന് അള്ളാഹു അറിയുന്നു. എന്ത് എന്ന് വെച്ചാൽ എങ്ങനെയുള്ള അറിവാ? എല്ലാ അറിവും എന്ന് മാത്രമല്ല, ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്നതും വർധനവുണ്ടാക്കുന്നതും അവൻ അറിയുന്നു. ഗർഭാശയത്തിൽ എത്ര ഉണ്ട്, എങ്ങനെ ഉണ്ട്, എത്ര ഉണ്ടാകും, എത്ര ഒക്കെ ഏതൊരു കാര്യവും എന്താ കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ അടുത്തൊരു നിശ്ചിത ഖദർ അനുസരിച്ച, തോതനുസരിച്ച. കാരണം ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമാകുന്നു റബ്ബ് എന്ന്. അതൊരു വല്ലാത്ത വാക്കാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ശക്തിയെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സവാഅം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. 10-ാമത്തെ വചനമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അള്ളാഹുവിന് സമമാ. അള്ളാഹു ഒക്കെ അറിയും. അള്ളാഹുവിൻ്റെ ആ ഇൽമിൻ്റെ ശക്തിയാണ് അവിടെ സത്യത്തിൽ പറഞ്ഞു തരുന്നത്. അത് വല്ലാത്തൊരു ശക്തി. ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് അവസാനം പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ വചനം ഭയങ്കര രസമാണ്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും തുടരെ വന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. ഭയങ്കര പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു പദമാണ്. നോക്കൂ, മനുഷ്യൻ എപ്പോഴും മനസ്സിലാക്കാനുണ്ട്, മനുഷ്യൻ അവൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നവരെ അള്ളാഹു അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തൂല. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വയം മാറണം. അപ്പോഴേ അള്ളാഹു നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നിലപാടുകളിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നന്മയുടെ മാർഗത്തിലേക്ക് മാറും. അപ്പോഴേ അള്ളാഹു നമ്മളെ എന്താക്കുള്ളൂ, നന്നാക്കി എടുക്കുള്ളൂ എന്നതാണ്. പിന്നീട് 5-ാമത്തെ വിഷയമായി കുഫാറുകളുടെ അവരുടെ അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട വിഷയം 12-13 വചനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് മക്കിയാണ് എന്ന അഭിപ്രായമുണ്ട്. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുൻഷിഉസ് സഹാബ സിഖാൽ. ഭയവും ആശയും
ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നത് അവനത്രേ. മാത്രമല്ല ഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ട് സംഗതികൾ അതിൽ പറഞ്ഞു. ഭയവുമുണ്ട്, അതോടൊപ്പം ആശയുമുണ്ട്. ഭയം ഈ മിന്നലേൽക്കോ എന്ന ഭയമാണ്. ആശ എന്താ? മഴ കിട്ടുമല്ലോ എന്ന ഭയം. എന്നിട്ട് പറയുന്നത് നോക്കൂ, രസകരമായൊരു വാക്ക, ഇടിനാദം ശരിക്കും ശ്രദ്ധിച്ച, ഇടിയുടെ ശബ്ദം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു. ഇടിനാദം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹു തൗഹീദിലേക്ക് എത്തിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹ് പറയുന്നുണ്ട് തുടർന്നുള്ള ആയത്തിൽ, ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, അവനോട് മാത്രമുള്ളതാണ് യഥാർത്ഥ ദുആ. അള്ളാഹിനോട് മാത്രമേ യഥാർത്ഥ ദുആ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂൻ, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ യാതൊരു ഉത്തരവും കിട്ടൂലെന്നേ. ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മാ, വെള്ളം തൻ്റെ വായിൽ വന്നെത്താൻ വേണ്ടി കൈ നീട്ടിയവനെ പോലെയാണ്. ഇല്ലാ കബാസിത്തി കഫൈഹി യബ്ലുഗ വമാ ഹുവ ബിബാലിഹി, കൈ ഇങ്ങനെ നീട്ടി വെച്ച് വെള്ളം വായിലെത്തോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ പ്രാർത്ഥന ആരോടാ? ആ പ്രാർത്ഥന കേൾക്കൂല, ഉത്തരം കിട്ടൂല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, ഇത്ര കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് കൃത്യമായി പഠിപ്പിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവരുടെ ബുദ്ധിയോടുള്ള ഒരു ചോദ്യമാണ്, ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ് ഖുലില്ലാ. അതിന്റെ മുമ്പൊരു കാര്യം പറഞ്ഞു, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്. വലിയ അത്ഭുതമാണ്. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. തൗഅൻ വകർഹൻ, സ്വമനസ്സാലും നിർബന്ധിതമായും. വല്ലാത്ത അത്ഭുതമല്ലേ? വളിലാലുഹും, അവര് മാത്രമല്ല അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നു. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കാണില്ലേ? മനുഷ്യന് കാണണം. ഈ നിഴലിങ്ങനെ കാണുമ്പോൾ, ഈ വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ, ഈ വസ്തുക്കളുടെ നോക്കൂ, ചരാചര സൃഷ്ടികളഖിലം അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന അവർക്ക് സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ് ഖുലില്ലാ, പറയ് ആകാശഭൂമികളുടെ റബ്ബാരാ? അള്ളാഹ് മാത്രമാണ്. എന്നിട്ടൊരു ചോദ്യമുണ്ട്, ഭയങ്കര ചോദ്യ, ഖുൽ അഫത്തഖദ്തും മിൻ ദൂനി ഔലിയാ. എന്നിട്ട് അവന് പുറമെ അവർക്ക് തന്നെ ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറ, അവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കുകയാണോ? ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് കുറച്ച് ചോദ്യമുണ്ട്. ഈ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, ആ ദുആ സ്വീകരിക്കുമെന്ന് പറയുന്ന, ആ ദുആ കേൾക്കുമെന്ന് പറയുന്ന ആളുകളോടുള്ള ചോദ്യ, ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ. ചോദ്യമാണ്. ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും തുല്യമാണോ? ആണോ? അം ഹൽ തസ്തവി ളുലുമാതു വൻ നൂർ, ഭയങ്കര ഇരുട്ടും വെളിച്ചവും സമമാണോ? ഭയങ്കര ചോദ്യമല്ലേ? ആണോ? അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവും ഈ ആളുകളും ഈ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളും ഒക്കെ എങ്ങനെയാണ് തുല്യമാവുക? അം ജഅലൂ ലില്ലാഹി ശുറകാ ഖലഖൂ കഖൽഖിഹി ഫതശാബഹൽ ഖൽഖു അലൈഹിം. അതല്ല, അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളാക്കി വെച്ചവർ, അവൻ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തിയിട്ട് പിന്നെ തിരിച്ചറിയാതെ ആവുകയാണോ ഉണ്ടായത്? അവർ സൃഷ്ടി നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ വല്ല സൃഷ്ടിപ്പും നടത്തിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനം ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈ വഹുവൽ വാഹിദുൽ ഖഹാർ, പറയണം അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അവനാണ് വാഹിദ്, ഏകനാണവൻ, ഖഹാറവൻ, സർവാധിപതിയാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകൾ എങ്ങനെ പറഞ്ഞു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നമ്മൾ ഈ സൂറത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരണം. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആയത്തുകൾ പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് വിശദീകരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു വല്ലാത്ത അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ. എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക, കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.